ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു മൊഹിത്തോ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അനിയന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, പുതിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ നോർമലി നമ്മൾ വീട്ടിൽ ഭക്ഷണത്തിന് കഴിക്കുന്ന അല്ലാതെ എന്തെങ്കിലും എന്താ പറയുക പുതിയതായിട്ട് ഉള്ള ജ്യൂസസ്, പാസ്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പുതിയതായാലും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവന് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അവൻ ബ്രേസസ് ഇട്ടിട്ടുണ്ട്. മ്യൂയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ബ്രേസസ് ഇടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സെറ്റപ്പ് അവൻ്റെ വായിൽ ഇങ്ങനെ വെച്ചതുകൊണ്ട് അവനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യും നമ്മൾ നോർമലി സംസാരിക്കുന്നതിനേക്കാൾ. കാരണം ചില കാര്യങ്ങൾ പ്രൊനൗൺസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം യൂസ്ഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ മൊഹിത്തുണ്ടാക്കുന്ന വീട്ടിലോട്ടേക്ക് പോകാം. ഞാനരിയും ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് വെച്ച ചെറുനാരങ്ങ വെച്ചു. എന്നിട്ട് വാഴയിലയിലേക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പുതിനയില വെച്ചു. അതിന് ശേഷം അവൻ ഫ്രിഡ്ജിലാണെന്ന് വിചാരിച്ച് നോക്കി, പക്ഷേ ഫ്രിഡ്ജിലായിരുന്നില്ല. എന്നിട്ട് അവൻ പഞ്ചസാര കൊണ്ടുവന്നു. ഇനി ഇതെന്ന് പറയുന്നത് 3 വർഷം മുന്നേ എൻ്റെ അനിയൻ പരിസ്ഥിതി ദിനത്തിന് പേരൊക്കെയാണ് വീട്ടിൽ തന്നെ പേരൊക്കെയാണ്. അത് കഴിച്ചു. കഴിഞ്ഞ വർഷം കഴിച്ചായിരുന്നു, ഇന്ന് ഞാൻ കഴിച്ചു നോക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഔട്ടർ കവറിങ്ങിന് കുറച്ചൊരു കയ്പുണ്ട്. ടേസ്റ്റി. അവൻ വലിയ കപ്പിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇടുവാണ്. അവൻ ആദ്യം തന്നെ പുതിനയെല്ലാം മുറിച്ചിട്ട് ഇടുവാണ്. അതിൽ ചെറിയ കഷ്ണം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ലൈം ജ്യൂസ് ഇച്ചിരിയേ ഉള്ളൂ, പക്ഷേ അത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇടിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അത് പുതിന ഇലയുടെ ചാറ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇടിക്കുന്നുണ്ട് അതുപയോഗിച്ചിട്ട്. അതിന് ശേഷം അവൻ പഞ്ചസാര ഇടുവാണ് അതിലേക്ക്. അവൻ്റെ ഏകദേശം കണക്ക് വെച്ചിട്ടിടുവാണ്, സ്പൂണിലൊന്നുമല്ല ഇട്ടിട്ടുള്ളത്. ഒത്തിരി ഇല്ല, ഏകദേശം 1.5 സ്പൂണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതും ഒന്നും കൂടി മിക്സ് ആക്കുവാണ്, അതൊന്ന് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് 3ഉം കൂടി. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഈച്ച ശല്യം ഉണ്ടോ? ഞാനിത് എടുക്കുന്നത് ജൂൺ 12-ാം തീയതി ആയിരുന്നു. ആ സമയത്തൊക്കെ കുറച്ചും കൂടി ഈച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിന് ഇടിച്ചത് മിക്സ് ആക്കിയെടുത്ത് അതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുവാണ്. ആ ഒരു സംഭവം കാണിച്ചിട്ടാണ് അവൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ആ ഒരു പ്രോസസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവൻ ചെറുനാരങ്ങ എടുത്തിട്ടു. അതിനുശേഷം നമ്മൾ ടീലോട് കുപ്പി തുറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്താണെന്ന് അറിയത്തില്ല, സാധാരണ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അമ്മ തുറക്കാൻ ശ്രമിച്ചു, അച്ഛമ്മ ശ്രമിച്ചു, ഞാൻ ശ്രമിച്ചു, അനിയൻ ശ്രമിച്ചു, എല്ലാവരും നോക്കി ആവുന്നില്ല. അമ്മ അവസാനം അതിൻ്റെ ആ ഒരു സ്ട്രാപ്പ് പോലത്തെ ഭാഗമൊക്കെ മുറിക്കാൻ ശ്രമിച്ചു. ഇത് ഭയങ്കര സംഭവമാണ്, കാരണം ഇതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. കാരണം ഞാൻ ചോദിക്കട്ടെ ആദ്യം, ഒന്ന് ട്രൈ ചെയ്. ഓക്കെ, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിട്ടു. എങ്ങനെയുണ്ട്? അല്ലേ ഇടല്ലേ? നല്ല ഉണ്ട്. ചിയാ സീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു കടിക്കാനൊരു സാധനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമുക്കിത് അമ്മക്ക് കൊടുക്കാം. വരും ഗൈസ്. നല്ല ടേസ്റ്റ് അല്ലേ? അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കാരണം
അങ്ങനെയല്ല. എന്തെങ്കിലും കിട്ടീനാ? ഒരു മിനിറ്റ്. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ആണല്ലേ? ഹലോ ഗായ്സ്, അപ്പം എന്താ പറയുക, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി പറയുമ്പം. കാരണം ഇവൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിൽ അവൻ ഒരുക്കി ഉണ്ടാക്കിയ പാസ്തയിൽ മാത്രമാണ് ഒരു ചെറിയ പ്രശ്നം പറ്റിയത്. അതായത് അവൻ മിൽക്ക് പാസ്ത ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ ചെറിയൊരു എന്താ പറയുക, നമ്മളൊന്നും കൂടി ഒന്ന് നോക്കണമായിരുന്നു എന്ന് തോന്നി. കാരണം ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതായിരുന്നു സംഭവം. അപ്പം ഇവൻ ഇതുണ്ടാക്കിയപ്പോഴത്തേക്കും എനിക്കറിയില്ലായിരുന്നു ഇവന് മൊയ്ത്ത് ഉണ്ടാക്കാൻ അറിയാമെന്ന്. ഞാൻ വിചാരിച്ചാൽ പൊതുവേ ഉണ്ടാക്കുന്ന പോലെ ലൈക്ക് എന്തായാലും നല്ലതായിരിക്കും എന്നല്ലാതെ ഇവനിങ്ങനെ ഞാൻ ഒരു തവണ പോയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞങ്ങൾ ഐസ് ഇട്ടില്ല. കാരണം ഞങ്ങൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഐസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഐസ് ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയത്. എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് എന്താ പറയുക താരതമ്യം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പരിപ്പ് തുറന്ന് വെച്ചാൽ പരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. See you in the next video and thank you for watching. Bye.